നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇത് റംസാൻ മാസമാണ്, ഇസ്ലാമിക വിശ്വാസത്തിലെ പുണ്യമാസം. ഏകദേശം 13 മണിക്കൂറിലധികം സമയം ദാഹജലം പോലും കുടിക്കാതെയുള്ള കഠിനമായ വ്രതം. ഈ പരിശുദ്ധ മാസത്തിലും ഒരേ മതത്തിൽ ഒരേ വിശ്വാസ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ പരസ്പരം വെട്ടിക്കൊന്ന് വിജയം ആഘോഷിക്കുന്നതിനെ കുറിച്ച് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതെന്തായാലും നമ്മുടെ രാജ്യത്തിന് പുറത്താണ്. അത് ആശ്വാസം. നമ്മുടെ രാജ്യത്തിലേക്കും നമ്മുടെ കേരളത്തിലേക്കും വരാം. ഇസ്ലാമുകൾ നൃത്തം ചെയ്യാനും പാട്ടുപാടാനും അഭിനയിക്കാനും ഒന്നും പാടില്ല എന്നും അതൊക്കെ ഹറാമാണെന്നും പൊതു ഇടങ്ങളിൽ പ്രസംഗിക്കുന്ന ഇസ്ലാം മത പണ്ഡിതർ നമ്മുടെ നാട്ടിൽ ഇന്നും നിരവധിയുണ്ട്. അപ്പോൾ മമ്മൂട്ടിയും ഭഗത് ഫാസിലും ദുൽഖർ സൽമാനും ആസിഫ് അലിയും തുടങ്ങി വലിയ കലാകാരന്മാരൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? ഇപ്പോൾ പറയാൻ വന്നത് മറ്റൊരു ദുരിത മനുഷ്യന്റെ പ്രസംഗമാണ്. ചൂട് നെയ്ച്ചോർ ഉരുട്ടി വിഴുങ്ങി താടിരോമങ്ങളിൽ കറുത്ത ചായമൊക്കെ തേച്ച് ഈ മുസ്ലിം പണ്ഡിത ശിരോമണി പറയുന്നത് റംസാൻ മാസത്തിൽ കേരളത്തിൽ ആഹാരങ്ങൾ വിൽക്കുന്ന ബേക്കറികൾ ഉൾപ്പെടെ സർവ്വ കടകളും അടച്ചിടണം എന്നാണ്. അത് ഏത് മതസ്ഥരുടേതായാലും തുറക്കാൻ പാടില്ല എന്ന ഭീഷണിയാണ് ഇയാളുടേത്. ഇവരൊക്കെ വേദി നൽകി സംസാരിക്കാൻ വേണ്ടി മൈക്ക് ഓൺ ചെയ്ത് നൽകുന്ന സംഘാടകരാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. റംസാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മറ്റു മതങ്ങളിലുള്ള എത്രയോ പേരുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ഇഷ്ടവുമാണ്. ഹോട്ടൽ തുറന്നിരിക്കുന്നു എന്ന് കരുതി വ്രതം പിടിക്കുന്നവർ നോമ്പ് സമയത്ത് അവിടെ കയറി ഭക്ഷണം കഴിച്ച് വ്രതം മുറിക്കുമോ? ശബരിമല മണ്ഡലകാലത്ത് കേരളത്തിലെ ഒറ്റ ഹോട്ടലിലും മത്സ്യമാംസാദികൾ വിൽക്കരുതെന്നും കോഴിക്കടകളും ഇറച്ചിക്കടകളും മീൻ വിൽപ്പനയും ചെയ്യരുതെന്നും ഏതെങ്കിലും ഒരു ഹിന്ദു സ്വാമി നാളെ ഇയാളെ പോലെ പ്രസംഗിച്ചാൽ അതൊക്കെ കേരളത്തിൽ നടപ്പിലാകുമോ? വിവരം കെട്ട മുസലിയാരെ, വ്രതവും വിശ്വാസവും ഒക്കെ അടിച്ചേൽപ്പിക്കലുകളല്ല, ഹൃദയപൂർവ്വം ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്. ശബരിമലയിൽ പോകാൻ മാലയിട്ട് ഇറച്ചി വെട്ടുകയും മീൻ കച്ചവടം നടത്തുകയും ചെയ്യുന്ന നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ ഈ നാട്ടിലുണ്ട്. അവർ ചെയ്യുന്നത് ഉപജീവന മാർഗം, അല്ലെങ്കിൽ തൊഴിൽ, അതുമല്ലെങ്കിൽ കർമ്മം. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ജീവിത വ്രതത്തിന്റെ വിശ്വാസ അടയാളമാണ്. മതം ഒരിക്കലും അടിമത്തുമായി മാറരുത്. ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആയിരക്കണക്കിന് കാര്യങ്ങൾ സവിസ്തരം പറയുന്നുണ്ട്. റംസാൻ മാസത്തിലെ നോമ്പുകൾ ആരോഗ്യകരമായ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് തുടങ്ങി 100 നല്ല കാര്യങ്ങൾ. അതല്ലാതെ ഖുർആൻ എന്ന് മറിച്ച് പോലും നോക്കാതെ റംസാൻ മാസങ്ങളിൽ ഭക്ഷണശാലകൾ തുറക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ പാടാൻ പാടില്ല, മുസ്ലിം പെൺകുട്ടികൾ തുമ്മാൻ പാടില്ല എന്നൊക്കെ പൊതുവേദികളിൽ വന്ന് വിളമ്പി ഈ നാട്ടിലെ സന്തോഷവും സമാധാനവും കളയരുത്. മേലനങ്ങാതെ പോത്തും കാടയും ഒക്കെ വറുത്ത് തിന്ന് ഈന്തപ്പഴവും ആപ്പിളും ഒക്കെ ചവച്ചരച്ച് ഏമ്പക്കം വിട്ട് സുഖമായി ഉറങ്ങുക. ഈ നാട് മതത്തിനുമപ്പുറം മനുഷ്യരുടേതാണ്. വിശ്വാസങ്ങൾ അവരുടെ സ്വാതന്ത്ര്യവും.